ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബോഡി വാഷ് ക്രീമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ ജ്യൂസാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് കറ്റാർ വാഴയുടെ ജ്യൂസ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നീട് വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അതും നമുക്കൊരു 1/2 കപ്പ് അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ കുറുകിയ തേങ്ങാപ്പാൽ, അത് ഒരു 1/2 കപ്പ് അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങിന്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. ഈ സ്റ്റാർച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഉള്ളത് എൻ്റെ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ പോയി ഒന്ന് കാണുക. ഇത്ര ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് സമയം നിർത്താതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പം ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരും, അതായത് ഒന്ന് തിളച്ച് വരും. തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് സോപ്പ് ബേസിനാണ് ചേർത്ത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്രീം വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു ക്രീം തന്നെയാണിത്. നമ്മുടെ വിയർപ്പ് നാറ്റം മാറ്റുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം സംരക്ഷിക്കുന്നതിനും ചർമ്മത്തുണ്ടാകുന്ന പല അലർജി സംബന്ധമായുള്ള അസുഖങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ മാറ്റിത്തരുന്നതാണിത്. ഇനി ഇതിനകത്തേക്ക് സോപ്പ് ബേസിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 150 ഗ്രാം സോപ്പ് ബേസിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സോപ്പ് ബേസിൻ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PH സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. PH സോപ്പ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ജെല്ലി സോപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സോപ്പ് ബേസിനെല്ലാം ആ ഒരു ജ്യൂസിനകത്ത്, അതായത് കറ്റാർ വാഴയുടെ ജ്യൂസ് അതുപോലെ തന്നെ ബീട്രൂട്ടിന്റെ ജ്യൂസ്, ഇതിനകത്തെല്ലാം തേങ്ങാപ്പാലും ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതിനകത്ത് ജലത്തിന്റെ ആ ഒരു അംശങ്ങളെല്ലാം വളരെയേറെ വറ്റി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. അങ്ങനെ കുറുകി വരുന്നതാണ് ഇതിന്റെ ആ ഒരു കറക്റ്റ് പരുവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്രീം നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു 2 ആഴ്ചത്തേക്ക് കൂടുതൽ തയ്യാറാക്കരുത്. കാരണം കൂടുതൽ ദിവസത്തേക്ക് വേണ്ടി കൂടുതൽ തയ്യാറാക്കി വെക്കരുത്, ഇത് കേടായി പോകും. കാരണം ഇതിനകത്ത് നമുക്ക് കേടാകാതിരിക്കാനുള്ള യാതൊരുവിധ കെമിക്കലും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ആയുർവേദപരമായിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. തയ്യാറാക്കി ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 2 ആഴ്ച കാലത്തേക്കുള്ളത് തയ്യാറാക്കി നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പൊ നമ്മുടെ ആ ഒരു ക്രീം കറക്റ്റായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. അതിന്റെ ജലത്തിന്റെ അംശങ്ങളെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക. സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഈർപ്പമില്ലാത്ത ഒരു ബോട്ടിലിനകത്ത് ഇത് ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് എന്നും കുളിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ക്രീം ഞാൻ ഒരു പരന്ന ഒരു ഗ്ലാസിന്റെ പാത്രത്തിലേക്കാണ് ഒഴിച്ച് കാണിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ ഞാൻ ഒഴിക്കുന്നെങ്കിലും പിന്നീട് ഇത് ഞാൻ ഒരു ബോട്ടിലിനകത്തേക്ക് മാറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ബോഡി വാഷ് ക്രീമാണിത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും നമ്മൾ ചേർത്തിട്ടില്ല, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ്, കണ്ടില്ലേ? ഇതിപ്പോ നമുക്ക് ഇതുപോലെ കയ്യിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ശരീരത്തെല്ലാം കുളിക്കുന്ന സമയത്ത് തേച്ച് പിടിപ്പിച്ച് ഇതൊന്ന് കഴുകി കളയുക. മറ്റുള്ള സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു 15 ദിവസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ ആ ഒരു സ്കിന്നിന്റെ മാറ്റം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, പറഞ്ഞാലും ആരും ചെയ്യാറില്ല, എങ്കിലും പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം അത്തരം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു മണവും നമുക്ക് ഈ ഒരു ക്രീമിന് കിട്ടുന്നതാണ്.